ശ്വാസകോശ രോഗങ്ങൾ വളരെയധികം പ്രാധാന്യം അവലംബിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്വാസകോശ അണുബാധകൾ, ശ്വാസകോശ അലർജികൾ, അന്തരീക്ഷ മലിനീകരണം കാരണം ശ്വാസകോശത്തിലേക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ, ഇങ്ങനെ പല അസുഖങ്ങളും ഇപ്പോൾ വളരെയധികം പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇതിലേക്ക് ഒരു പരിരക്ഷ എന്നോണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശ്വാസകോശ അണുബാധകൾക്കെതിരായിട്ടുള്ള ചില വാക്സിനേഷനുകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള വാക്സിനുകൾ, ന്യൂമോകോക്കൽ വാക്സിൻ ആൻഡ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഈ 2 വാക്സിനുകൾ ശ്വാസകോശ അണുബാധയെ ഒരു പരിധിവരെ തടയാനായി വളരെ പ്രയോജനപ്രദമാണ്. അതോടൊപ്പം അലർജി, ശക്തമായ അലർജി, ആസ്മ ഇതുപോലത്തെ അസുഖങ്ങൾക്ക് ഇൻഹേലർ തെറാപ്പികൾ വളരെയധികം ഫലപ്രദമാണ്. എന്നാൽ ഇൻഹേലർ തെറാപ്പികൾ എടുത്തിട്ടും നിയന്ത്രണ വിധേയമാകാത്ത ഈ ആസ്മ, അലർജി ഇത്യാദി രോഗങ്ങൾക്കായി മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതി വളരെയധികം നൂതനവും വളരെയധികം ഫലപ്രദവുമായ ഒരു ചികിത്സാ രീതിയാണ്. ഇതോടൊപ്പം ശക്തിയായ ശ്വാസകോശ അണുബാധകൾക്കായി പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ, ശ്വാസകോശ പൂപ്പൽ ബാധകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഈ സമകാലീന യുഗത്തിൽ. ഇതിന് ആൻറ്റി ഫംഗൽ മരുന്നുകളും ആവശ്യമായ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു.